തിരക്കുള്ള എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കൊട്ടും സമയം കളയാതെ ഇന്നത്തെ വിഷയത്തിലേക്ക് പോവാം. അശ്വഗന്ധയെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമല്ലോ അല്ലേ? ആയുർവേദത്തിലാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അശ്വഗന്ധയെ ആയുർവേദത്തിലെ രാജാവ് എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ ശാസ്ത്രീയ നാമം വിത്താനിയ സോംനിഫെറ എന്നാണ്. ഈ ചെടി വിവിധ മരുന്നുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ട ഓർമ്മ വീണ്ടെടുക്കുവാനും അശ്വഗന്ധ സഹായിക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഇത് പലതരത്തിലുള്ള ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ കുറയ്ക്കുന്നുണ്ട്. മാനസികമായ പ്രശ്നങ്ങൾക്ക് അശ്വഗന്ധ ഒരു ശാശ്വത പരിഹാരം കൂടിയാണ്. അശ്വഗന്ധയുടെ കൂടുതൽ ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്താലോ? അശ്വഗന്ധയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അശ്വഗന്ധ പൊടി, അശ്വഗന്ധയുടെ ലേഹ്യം, അശ്വഗന്ധ ചൂർണം എന്നീ 3 തരത്തിലാണ് തയ്യാറാക്കുന്നത്. അശ്വഗന്ധ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇത് മാനസിക സമ്മർദ്ദം നന്നായി കുറയ്ക്കുന്നു, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും കൊഴുപ്പ് നിയന്ത്രിക്കുകയും പേശികോശങ്ങൾക്ക് നല്ല ആയാസം ലഭിക്കുവാൻ ഇടയാക്കുകയും ചെയ്യുന്നു. അശ്വഗന്ധയുടെ പൊടി വായുവിന് നല്ല ആശ്വാസം ലഭിക്കുന്നുണ്ട്. ശരീര സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അശ്വഗന്ധ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്കിനി നോക്കാം. സന്ധിവേദനയ്ക്ക് അശ്വഗന്ധ പൊടിയും പാലും ചേർത്ത് നന്നായി തിളപ്പിച്ച് പകുതിയാക്കി എടുക്കണം. എന്നിട്ടതിലേക്ക് നെയ്യ് ചേർത്ത് മിക്സ് ചെയ്യണം. എന്നിട്ട് ഈ കുഴമ്പ് വേദനയുള്ള ഭാഗങ്ങളിൽ തേച്ചാൽ മതിയാവും. വാദസന്ധിവേദന കുറയുവാനും നല്ല ഉറക്കത്തിനും മാനസിക പിരിമുറുക്കം മൂലം രാത്രി ഉറങ്ങുവാൻ ബുദ്ധിമുട്ടുള്ളവരും ഉറങ്ങുന്നതിന് മുൻപ് ഇത് കഴിച്ചാൽ നല്ല ഉറക്കം ലഭിക്കും. അശ്വഗന്ധ പൊടി വെണ്ണയും പഞ്ചസാരയും ചേർത്ത് കഴിക്കാവുന്നതാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, മുറിവുണങ്ങണമെങ്കിൽ അശ്വഗന്ധ പൊടി പാലിൽ ചേർത്ത് മുറിവുള്ള ഭാഗത്ത് പുരട്ടുന്നത് ചെറിയ മുറിവുകൾ വേഗത്തിൽ സുഖപ്പെടുവാൻ സഹായിക്കും. ഇത് കൂടാതെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ഹൃദയത്തെ നിയന്ത്രിക്കുന്നതുമായ ഗുണങ്ങൾ അശ്വഗന്ധയ്ക്കുണ്ട്. അതിനാൽ ഹൃദ്രോഗമുള്ളവർ അശ്വഗന്ധ പൊടി പാലിൽ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും. ഇതിലൂടെ ഹൃദയത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുവാനും സാധിക്കും. ചർമ്മ സൗന്ദര്യത്തിന് അശ്വഗന്ധ പൊടി പാലിൽ ചേർത്ത് മുഖത്ത് പുരട്ടുന്നത് നന്നായിരിക്കും. ഇത് മുഖത്ത് പുരട്ടിയതിനു ശേഷം അല്പസമയത്തിനുള്ളിൽ വെള്ളത്തിൽ കഴുകിയാൽ നമുക്ക് വ്യത്യാസം മനസ്സിലാകും. ബലത്തിന് വേണ്ടി പാലിൽ ചേർത്ത് അശ്വഗന്ധ കഴിക്കുന്നത് നന്നായിരിക്കും. കുട്ടികൾക്ക് പശുവിൻ നെയ്യിൽ അശ്വഗന്ധ പൊടിച്ചതും പാലും ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. യൗവനം നിലനിർത്തുവാൻ പശുവിൻ നെയ്യ് അശ്വഗന്ധ പൊടിയും പാലിൽ ചേർത്ത് കഴിച്ചാൽ മതിയാകും. മാനസിക പിരിമുറുക്കമുള്ളവർക്കും വിഷാദമുള്ളവർക്കും അശ്വഗന്ധയുടെ ചൂർണം 2 സ്പൂൺ പാലിൽ ചേർത്ത് കഴിക്കുന്നത് നന്നായിരിക്കും. ഇത് മാത്രമല്ല, അശ്വഗന്ധയ്ക്ക് ഇനിയും ഒരുപാട് ഗുണങ്ങൾ വേറെയുണ്ട്. ഇത് പുരുഷന്മാരിൽ പ്രത്യുൽപാദന ശേഷി ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ അശ്വഗന്ധയെ രാജാവായി എല്ലാവരും കണക്കാക്കുന്നു. പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഒരു വൈദ്യചികിത്സയ്ക്കും എതിരല്ല. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഒരു ഡോക്ടറെ കണ്ടതിനു ശേഷം നിർദ്ദേശങ്ങൾ പാലിക്കാമെന്നുള്ള കാര്യം ആരും മറക്കരുത്. നന്ദി.